ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് നമ്മുടെ എം പിമാരെല്ലാം പാഞ്ഞിരിക്കുകയാണ് ഡൽഹിയിലേക്ക്. അവിടെ ചർച്ച നടത്താനും പ്രതിഷേധം നടത്താനും പാർലമെന്റ് കുളമാക്കാനും വേണ്ടി. എന്താ കാര്യം? FCR അത് വരുന്നു. കോൺഗ്രസിന്റെ കാലത്ത് വന്ന നിയമമാണത്. അതായത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഫണ്ട് വരുന്നത് റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമം. അതാണത്. ആ നിയമം പണ്ടേ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു മേഖലയും ഇത് തന്നെയാണ് FCR എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അഴിമതി അതിലൂടെ നടക്കുന്നുണ്ട്. കാരണം വിദേശത്ത് പല സംഘടനകളുണ്ട്, പൂത്ത കാശുള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്ത് ചെയ്ത പാപങ്ങൾക്കെല്ലാം പാപപരിഹാർത്ഥമായിട്ട് പിൽക്കാലത്ത് അവർ വലിയ ഫണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ഫണ്ട് ഇന്ത്യ പോലുള്ള പണ്ട് ദരിദ്ര രാജ്യമായിരുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക്, മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക്, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ ധാരാളമായിട്ട് പണം കൊടുക്കാൻ അവിടെയുണ്ട്. പൂത്ത കാശാണ്. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറം പണത്തിൻ്റെ ശേഖരമുണ്ട്. കോടിക്കണക്കിനാണ്. 10-15 കോടി കയ്യിൽ നിന്ന് പോയാലും അവരൊന്നും അറിയില്ല. അതിനപ്പുറം പോയാലും അറിയില്ല. അതുപോലെ കോടീശ്വരന്മാർ, പലതരത്തിലുള്ള വ്യവസായങ്ങൾ, കപ്പലുകൾ, അതായത് ലോജിസ്റ്റിക്സ്, ഇതൊക്കെ നടത്തുന്ന 10, 15, 25 കപ്പലുകൾ സ്വന്തമായിട്ടുള്ളവരാണ്. അതിന്ന് കിട്ടുന്ന ലാഭമെന്ന് പറഞ്ഞാൽ തന്നെ കോടാനുകോടി രൂപയാണ്. നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള, ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയുടെ മൊത്തം GDPയോളം വരുമാനമുള്ള ആൾക്കാരുണ്ട്. ഇലോൺ മസ്ക്, അങ്ങനെയുള്ളവരറിയാം. അവരൊക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക്, കാണിക്കുന്ന കള്ളത്തരങ്ങൾക്ക് കർത്താവിൻ്റെ മാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചില സൽക്കർമ്മങ്ങളൊക്കെ പിൽക്കാലത്ത് ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ചില സംഘടനകൾ രൂപീകരിക്കാറുണ്ട്. നമുക്കറിയാമല്ലോ ചെഷെയർ ഹോംസ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് അറിയാം. നൊബേൽ സമ്മാനം എങ്ങനെയാണ് വന്നതെന്നറിയാം. നൊബേൽ സമ്മാനം വന്നത് TNT എന്ന് പറയുന്ന ഡൈനമൈറ്റ്, അത് നിർമ്മിച്ച ആൾ, അതുമൂലം ഉണ്ടാകുന്ന ലോകത്ത് ആളുകൾ മരിക്കാനിടയാകുന്ന ഒരു പിൽക്കാലത്ത് യുദ്ധ ഉപകരണമായിട്ട് ഉപയോഗിച്ചു, സ്ഫോടക വസ്തുവായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ജീവനഷ്ടങ്ങൾക്ക് ഒരു പിൽക്കാലത്ത് അതിനൊരു പ്രായശ്ചിത്തമായിട്ട് ചെയ്തതാണ് നൊബേലിൻ്റെ പേരിലൊരു ഫണ്ടും. അതിൻ്റെ പേരിലാണ്. നല്ല കാര്യം തന്നെയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം, മെഡിസിനുള്ളത്, ഫിസിക്സിനുള്ളത്, കെമിസ്ട്രിക്കുള്ളത്, അങ്ങനെ പറഞ്ഞ് പലതരത്തിൽ ഉള്ള സാഹിത്യത്തിനുള്ളത് എന്നൊക്കെ പറഞ്ഞ് പല പിരിവുകളിൽ കോടാനുകോടി രൂപയുടെ ഫണ്ട് അവിടെ സ്വരൂപിച്ചിരിക്കുന്നത് സ്വീഡിഷ് അക്കാഡമിയിൽ. അതുപോലെ പല ആൾക്കാരും ഇതുപോലെ ചെഷെയർ ഹോംസും അതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ്. ചെഷെയർ ഹോംസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ തയ്യാറായിട്ടല്ല വന്നിട്ടുള്ളത്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബോംബിട്ടതിൻ്റെ അതിൻ്റെ ഒരു നൊമ്പരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സംഘടനയാണ്. ലോകമെമ്പാടും അംഗവിഹീനരായിട്ടുള്ളവരോ അംഗവൈകല്യമുള്ളവരോ, നമ്മൾ ഇന്ത്യയിൽ പറയുന്ന പോലെ ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാർക്കോ ഒക്കെ ചേർന്ന് താമസിക്കാനൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ കേരളത്തിലും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അമ്പലമുക്കിൽ അതുണ്ട്. അത് ധാരാളമായിട്ട് നല്ല കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള സംഘടനകൾ ഇന്ത്യയിലേക്കും ഫണ്ട് അയക്കാറുണ്ട്. അത് കുഴപ്പമില്ലാത്ത നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ അവർ സത്യസന്ധമായിട്ടാണ് ഈ പണം കൊടുക്കുന്നത്. അവരുടെ പ്രായശ്ചിത്തത്തിൻ്റെ പേരിൽ ദൈവത്തിനോടുള്ള ഒരു കടപ്പാട്, അല്ലെങ്കിൽ പാവങ്ങളോടുള്ള കാരുണ്യം എന്നുള്ള പേര്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇന്ത്യയിലേക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ പൈസ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മത്സരം. ഓരോരോ സംഘടനകൾ അങ്ങ് രൂപവൽക്കരിക്കും, ചാരിറ്റി ഓർഗനൈസേഷൻസ് ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ വലിയ ഈ പാവങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള മട്ടിൽ അവരെ കത്തിടപാടുകൾ നടത്തി. ഇത് ചാരിറ്റി ഓർഗനൈസേഷനാണ്, ഞങ്ങൾ ഇത്രയും ആദിവാസികളെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. അട്ടപ്പാടിയിൽ പോയിട്ട് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ദയനീയാവസ്ഥയുടെ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ ഇവരെയെല്ലാം സഹായിക്കുക, അതിന് ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കത്തയക്കും. അപ്പോൾ പാവം, ഇത്രയും മനുഷ്യൻ ഇത്രയും ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ദയ തോന്നി അവർ ഫണ്ട് അനുവദിച്ചു വിടും. എന്നിട്ട് എന്ത് ചെയ്യും? 5 പൈസ ആദിവാസികൾക്ക് കൊടുക്കാതെ ഇവർ പുട്ടടിക്കും. ഈ അട്ടപ്പാടിയിൽ നിന്നുള്ള വർക്ക് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് തന്നെ പറഞ്ഞ കാര്യമായത്. ആ പേരിൽ അവരുടെ ഫോട്ടോ കാണിച്ച് ഓടാനുകൂടി. ഒരുപക്ഷെ ആൻഡമാൻ നിക്കോബാറിലെ ആദിവാസികൾ, വസ്ത്രമണിയാത്ത ആദിവാസികളുടെ ഫോട്ടോ എടുത്തും ഒക്കെ, ഗോത്രവർഗ്ഗക്കാരുടെ ഫോട്ടോ എടുത്തും, ഇന്ത്യയിലെ വഴിയിലിരിക്കുന്ന ഭിക്ഷക്കാരുടെ ഫോട്ടോ എടുത്തും ഒക്കെ ഇതുപോലെ വലിയ ചൂഷണം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവന്മാർ പുട്ടടിച്ച് കളയും. ഇതിനൊരു കണക്കും ഒക്കെ വേണ്ടേ? കണക്ക് വേണ്ടേ ഇതിന്? ഇങ്ങനെ നമ്മുടെ ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട്, ഇന്ത്യയിൽ ഇത്രമാത്രം ആഴത്തിൽ ഇത് ദാരിദ്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ഫണ്ട് വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഫണ്ട് വാങ്ങിച്ചത് അവരിലേക്ക് എത്തിക്കണ്ടേ? ആ ചൂഷണം അവസാനിപ്പിക്കേണ്ടതല്ലേ?
അപ്പോൾ ഇപ്പോൾ കുറേ നിയമങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഏറ്റവും അപകടം പിടിച്ച കാര്യം, ഈ ഫണ്ട് വാങ്ങിച്ചിട്ട് ആ ഫണ്ട് ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. മണിപ്പൂരിലുണ്ടായിട്ടുള്ള കലാപം ഉണ്ടല്ലോ, ഇന്ത്യയെ മാസങ്ങളോളം ശ്വാസം മുട്ടിച്ച കലാപം, കശ്മലമായ കലാപം, അതിൻ്റെ പ്രധാന കാരണം ഈ വിദേശത്തു നിന്ന് കിട്ടുന്ന ഫണ്ടാണ്. മതപരിവർത്തനം അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാ സഭകളും സമ്മതിക്കുന്ന കാര്യമാണ്. അവിടുത്തെ ഇവാഞ്ചലിക്കൽ ലോബി എന്ന് പറയുന്ന അന്ധവിശ്വാസ ജടിലമായ സംഘടനയുടെ സംഭാവനകളാണ് അവിടെ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് അട്ടിമറിക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത പ്രധാനമന്ത്രി അന്ന് ഔദ്യോഗികമായി തന്നെ പറഞ്ഞതാണ്, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്ത്, നമ്മൾ അഷ്ടലക്ഷ്മി എന്ന് വിളിക്കുന്ന പ്രദേശത്ത് ഒരു ക്രിസ്തീയ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് CIA-യും ഈ ഇവാഞ്ചലിക്കൽ ലോബിയും കൂടി ശ്രമിക്കുന്നു. അത് വാസ്തവമാണ്. കാരണം ഈ റിപ്പബ്ലിക്കൻസ് അമേരിക്ക ഭരിക്കുന്ന സമയത്ത് ഈ ഇവാഞ്ചലിസ്റ്റ് ലോബിക്ക് വലിയ സ്വാധീനം ഉണ്ട് ഭരണത്തിൽ. അതിനുവേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ സെയിൻറ്റ് മാർട്ടിൻസ് ദ്വീപ് എന്ന് പറയുന്നൊരു ദ്വീപ് വേണമെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു. അത് കൊടുത്തില്ല. അത് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അവരെ അവിടെ നിന്ന് അട്ടിമറിച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ ഇടയാക്കിയത് ഷെയ്ഖ് ഹസീനെ. ആ ഷെയ്ഖ് ഹസീന തന്നെയാണ് പറഞ്ഞത്, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശം ബംഗ്ലാദേശിനും ഇന്ത്യക്കിടയിൽ ഒരു ക്രിസ്തീയ രാജ്യമാക്കി മാറ്റാൻ. അതായത് പാലസ്തീൻ പ്രദേശത്ത് ജൂതന്മാരെ കുടിയിരുത്തി അവിടെ നിത്യ നരകമാക്കിയതുപോലെ തന്നെ പശ്ചിമേഷ്യ മുഴുവൻ ഇപ്പം നിത്യ നരകമാക്കി. അതിൻ്റെയൊക്കെ പ്രേരണ ഇവരിൽ നിന്നാണ്, ഇവാഞ്ചലിക്കൽ ലോബിയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഈ പശ്ചിമേഷ്യയെ നരകമാക്കി മാറ്റുക, അമേരിക്കയെ എന്നിട്ട് സ്വർഗമാക്കി മാറ്റുക. ഇനി ഒരു പുതിയ രാജ്യം വരും, അവൻ വരും. അവർ വരുമ്പോൾ പുതിയ ഒരു സ്വർഗത്തിലേക്ക് തങ്ങൾക്ക് പോകാൻ പണം വേണം. ആ പണം എവിടെ നിന്ന് സോഴ്സ്? ആയുധ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ആയുധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളെല്ലാം അമേരിക്കയിൽ സ്വകാര്യ സംരംഭങ്ങളാണ്. അവരുടെ ആയുധം വെച്ചുകൊണ്ടിരുന്നാൽ തുരുമ്പിച്ചു പോകും. അതുകൊണ്ട് യുദ്ധം ഉണ്ടാകണം. അതെവിടെ? അമേരിക്കയിൽ പാടില്ല. കാരണം അവിടെ സ്വർഗം നഷ്ടപ്പെടുമല്ലോ അവർക്ക്, 7ാം സ്വർഗം. അതുകൊണ്ട് ഇന്ത്യ പോലെ ദരിദ്രമായ രാജ്യങ്ങൾക്കടുത്തേക്ക്, ഇറാൻ പോലെ ശിഥിലമായ രാജ്യങ്ങൾക്കിടയിലേക്ക് ഒക്കെ ഈ ആയുധങ്ങൾ വിറ്റിട്ട് കാശുണ്ടാക്കുക. ഇതാണ് പരിപാടി. അതാണ് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ വലിയൊരു ഔദാര്യമെന്ന പോലെ ഇസ്രായേലിനും കൊടുത്തുകൊണ്ട് ലോകത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭാവനകളും വരുന്നുണ്ട്. ഇതിനെ ഈ രാജ്യം നിസ്സംഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കണം എന്നാണോ പറയുന്നത്? കോൺഗ്രസ്സുകാർ ഇന്നെല്ലാം കൂടെ ആളെ കൂട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധം നടക്കാൻ പോവുക, 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ സുരക്ഷ പരിഹരിച്ചുകൊണ്ട്. രാജ്യത്തിനോടുത്തോളത്തുള്ള ഗവൺമെൻറ്റിന് ഇത് നോക്കാനുള്ള ചുമതലയുണ്ട്. എന്താ ഇപ്പോൾ പ്രശ്നം? ഇതിനിപ്പോൾ ഒരു ഇത് ഒന്നും മാറ്റം വന്നില്ല. ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഉണ്ടാവും. അല്ല, നാഥനില്ല കളരിയായിട്ട് ഇത് പോകാൻ പറ്റില്ല. ചോദിക്കാനും പറയാനും ഒരു ആളുണ്ടാവണം. ഇമാതിരിയുള്ള തെമ്മാടിത്തങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ സംവിധാനം ഈ ഗവൺമെൻറ്, ഉത്തരവാദിത്തമുള്ള ഇന്ത്യയെ സ്നേഹിക്കുന്ന ദേശീയതയുള്ള ഗവൺമെൻറ് ഉണ്ടാക്കി. മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. പക്ഷേ ചെലവാക്കിയ പണത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി രേഖപ്പെടുത്താത്ത സ്ഥാപനങ്ങളെ, ആ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങളെ ഗവൺമെൻറ് തന്നെ അങ്ങ് ഏറ്റെടുക്കും. അങ്ങനെ ഇപ്പം നിങ്ങൾ ഈ കള്ളത്തരം കളിക്കണ്ടെന്ന് പറയും. അതിനെന്തിനാ പേടിക്കുന്നത്? മടിയിൽ കനവില്ലാത്തവൻ എന്തിനാ പേടിക്കുന്നത്? ഇവിടെ കള്ളത്തരമില്ലാത്തവരെന്തിനാ പേടിക്കുന്നത്? നേരെ ചൊവ്വയെ നടത്തുന്ന ആർക്കും ഒരു കുഴപ്പവും വരത്തില്ല എന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വന്നാൽ പ്രിജുഡിസ് ഉണ്ടാവും. ആ തരത്തിൽ മാറ്റം. നിങ്ങൾ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാൽപ്പനികമായിട്ട് കാണുന്നത്? ഇന്ത്യയിൽ അങ്ങനെയല്ലേ? ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ ഒരു സംസ്ഥാനത്തിലൊരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പക്ഷപാതം കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യവും ഈ ഭരണഘടനയും നടപ്പാക്കേണ്ടെന്നോ അർത്ഥം? മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങൾ പറയുന്നതെന്ന്? നല്ലതല്ലേ? നിങ്ങൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അന്തരീക്ഷം ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് തുടർന്നു പോകുന്നതിന് കുഴപ്പമില്ല. ഈ കള്ളന്മാർക്ക് എന്തിനാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അഴിമതിക്കാർക്ക് എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ദേശദ്രോഹികൾക്ക് എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? എന്താ നിങ്ങൾക്കും അതിലൊരു സ്റ്റേക്ക് ഉണ്ടോ? ഇന്ത്യ ശിഥിലമാകണം, വിഘടിതമാകണം. ചുവരുണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റൂ. ഈ ഇന്ത്യ മഹാരാജ്യം ഇന്നത്തെ പശ്ചിമ ഏഷ്യ പോലെ സംഘർഷഭരിതമായ ഒന്നായ സമാധാനമായിട്ട് നിങ്ങൾക്ക് ആരാധന നടത്താൻ പറ്റുമോ? കുർബാന നടത്താൻ പറ്റുമോ? ആർക്കാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പറ്റുക? പള്ളിയിൽ പോയാൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാവും. സമാധാനമായിട്ട് ജീവിക്കാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കണമെന്നാണോ? ലോക മുസ്ലിം ലീഗ് എന്നൊരു മുസ്ലിം ലീഗുണ്ട്. ഈ മുസ്ലിം ലീഗുമായി നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധമില്ല. മുസ്ലിങ്ങൾ ഏറ്റവും സുരക്ഷിതമായിട്ടും സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കുന്ന
അഭിപ്രായ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ഒരേ ഒരു രാഷ്ട്രമേ ഉള്ളൂ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു. അത് ഒരേ ഒരു രാഷ്ട്രമേ ഉള്ളൂ ലോകത്തിലെന്ന് പറഞ്ഞു. അത് ഇന്ത്യയാണെന്ന് മറക്കണ്ട. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഒരു സമ്മർദ്ദ ലോബി ആവാനുള്ള ശ്രമം, അത് ഇവാഞ്ചലിക്കൽ ലോബി അമേരിക്കയിൽ നടത്തുന്ന ശ്രമമാണ്. നമുക്കതല്ല വേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയാണ് ആദ്യം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള ബോധം. നല്ല തിയോളജിയൊക്കെ നന്നായിട്ട് പഠിച്ച് പല സർവകലാശാലകളിലും പഠിച്ച് പോകുന്ന നമ്മുടെ വൈദിക ശ്രേഷ്ഠന്മാർക്ക്, തീർച്ചയായിട്ടും വിശുദ്ധ പിതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടതാണ്. കാരണം രാഷ്ട്രീയക്കാരെ പോലെ അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് 10 വോട്ട് വർഗീയ സംഘടനകളുമായിട്ടും ഭീകര സംഘടനകളുമായിട്ടും ഒരു എളുപ്പമില്ലാതെ കൂട്ടുചേർന്ന് ഇന്ത്യയെ കൂട്ടിക്കൊടുക്കുന്ന സംസ്കാരമല്ല അവർക്കുള്ളത്. അവർ പുനരാലോചിക്കണം. നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചുവര് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ എന്നുള്ള ചിന്ത അവർക്കുണ്ടായി കഴിഞ്ഞാൽ മതി, എല്ലാം ശരിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.